ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ നെറ്റ് ഫാബ്രിക് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 ഇഞ്ച് വീതിയിൽ കുറച്ച് അത്യാവശ്യം നീളക്കത്തിൽ നമ്മൾ ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നെറ്റ് ഫാബ്രിക്കിൽ നിന്ന് അതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈനിങ്ങിൻ്റെ ഒരു കഷ്ണങ്ങളാണ്. അപ്പോൾ നമ്മൾ നെറ്റ് പീസ് തുണി കാണിക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള തുണി തന്നെ ആയിക്കാട്ടോ ലൈനിങ് വരിക. നമുക്ക് ടോട്ടൽ 20 ഇഞ്ചിലാണ് നമ്മൾ ഹെയർ ബാൻഡ് വേണ്ടത്. പിന്നെ അതിൽ 14 ഇഞ്ച് നമുക്ക് ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയാണ് നമ്മൾ നെറ്റ് വർക്ക് വെച്ചെടുക്കുന്നത്. അത് തയ്ക്കാനുള്ള ഒരു തുണിയും ബാക്കി വരുന്ന 6 ഇഞ്ച് നമുക്ക് വേറൊരു പീസും എടുത്തിട്ടുണ്ട്. അതിലേറെ ഇരട്ടിയാണ് എടുത്തിട്ടുള്ളത്, കാരണം അത് നമുക്ക് എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 6 ഇഞ്ചിലെ എലാസ്റ്റിക്കിന് ഞാൻ 12 ഇഞ്ചിലെ തുണിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ സ്റ്റിച്ചിങ് മോഡ് ഏറ്റവും ലോയിലാക്കിയിട്ട് ഇതുപോലെ ഞെറിവ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് 14 ഇഞ്ചാണ്. അപ്പോൾ അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി നമ്മളെ എലാസ്റ്റിക്കിന് ഇടാനുള്ള ബാൻഡ് ഉണ്ടാക്കണം. അപ്പോൾ അതുപോലെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അപ്പുറം മറിച്ചിട്ട് ഇതിൽ എലാസ്റ്റിക് ഒന്ന് കോർത്തെടുക്കുക. എന്നിട്ട് ഈ ഒരു അറ്റത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, എലാസ്റ്റിക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കോർത്തെടുത്തിട്ട് ഈ ഒരു മറ്റേ അറ്റത്ത് കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ എലാസ്റ്റിക് ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ ഒരു നെറ്റ് ഫാബ്രിക് വെക്കാനുള്ള ആ ഒരു തുണിമേ ഇതൊന്ന് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. നമ്മൾ എലാസ്റ്റിക്കിൻ്റെ ബാൻഡ് സെൻറ്ററിൽ വെച്ചിട്ട് കുറച്ച് അത്യാവശ്യം ടൈറ്റിലായിട്ട് 2 സൈഡിൽ നിന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തൊന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഹെയർ ബാൻഡിൻ്റെ സെയിം അളവ് തന്നെയാണ് കേട്ടോ എല്ലാം എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ സ്റ്റിച്ചിങ് സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് തന്നെ തയ്യൽ തുമ്പൊക്കെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് തുണി ഇങ്ങനെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റിൽ തന്നെ ഹെയർ ബാൻഡ് നിൽക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഈ സൈഡ് നമ്മൾ ഇവിടെ മടക്കി തയ്ച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ തന്നെയാണ് മറ്റേ അറ്റം ചെയ്യേണ്ടത്. ഇതിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് മറ്റേ അറ്റത്തും ഇതുപോലെ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ നേരത്തെ ആ അറ്റത്ത് ഏത് ഭാഗമാണോ തുണി താഴ്ത്തി പിടിച്ചത് ആ ഭാഗം തന്നെ താഴ്ത്ത് വെക്കുക. ഏത് ഭാഗമാണോ മുകളിൽ വെച്ചത് ആ ഭാഗം തന്നെ മുകളിൽ വെച്ചിട്ട് മാത്രം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യട്ടെ. അത് നോക്കുക. ഇതിൽ ഈ ഭാഗമാണ് ഞാൻ താഴ്ത്ത് മടക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ആ ഭാഗത്തും അതുപോലെ ചെയ്യുക. ഏതാണ് താഴത്തും ഏതാണ് മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുന്നത് അതുപോലെയാണ് കേട്ടോ നിൽക്കുക. ഇങ്ങനെ നിന്ന് വരണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് അറ്റത്ത് വേറെ രീതിയിലാണെങ്കിൽ ഇത് മടക്കുമ്പോൾ പെർഫെക്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ താഴത്തെ തുണി താഴത്തേക്കും പിന്നെ മുകളിൽ വരുന്ന തുണീൻ്റെ അറ്റത്ത് അതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഇതിന് മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ. അങ്ങനെ ടോട്ടലി ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ ഇതിൻ്റെ അറ്റം മടക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇതിന് നൂലിങ്ങനെ പിന്നി പോരും കേട്ടോ. താഴത്തുള്ള തുണി ഉള്ളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് അതുപോലെ ചെറിയ അറ്റം ഒന്ന് ചെറുതാക്കി മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. നമ്മൾ ടോട്ടലി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹെയർ ബാൻഡ് നല്ല വശത്തേക്ക് മറിച്ചു. നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇതിൻ്റെ ചീത്ത വശത്തായിട്ട് വരും കേട്ടോ, ഹെയർ ബാൻഡ് ഉള്ളിൽ വശത്തായിട്ട് വരും. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ ആ നെറ്റ് അഥവാ നമ്മളെ ഈ ഒരു തുണി നമ്മൾ വർക്ക് വരുന്ന ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് നീളം സെയിം അല്ലേ നോക്കുക, 14 ഇഞ്ചിലേ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിത് തുണി ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് തന്നെ കുറച്ച് നൂല് എക്സ്ട്രാ ഇടാൻ മറക്കരുത്, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ വലിച്ചിട്ട് അതിന് ശേഷം ഈ അറ്റം മുതൽ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഹെയർ ബാൻഡിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. മെല്ലെ നന്നായിട്ട് വലിച്ചു പിടിച്ച് നമ്മളെ ഞെറിവൊക്കെ പോരും. അങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. അങ്ങനെ നമ്മളെ ഹെയർ ബാൻഡ് ഇവിടെ റെഡിയായി. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, നല്ല ഭംഗിയാണ് കേട്ടോ കുട്ടികളെ തയ്യലൊക്കെ ഇട്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക്